നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഹർജി കർണാടകയിലെ ഹൈക്കോടതിയിൽ നൽകിയതിന് പിന്നിൽ വിദഗ്ധ നിയമോപദേശമെന്ന സൂചന. കേരളത്തിലെ ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുമാത്രവുമല്ല, എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ ആസ്ഥാന മന്ദിരം കർണാടകയിലാണെന്നും അതുകൊണ്ട് തന്നെ കമ്പനിയുടെ രജിസ്ട്രേഡ് അഡ്രസ് എന്ന് പറയുന്നത് കർണാടകയിലാണെന്നും വരുത്തി തീർക്കുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. നിലവിൽ കമ്പനിയുടെ രജിസ്ട്രേഡ് അഡ്രസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം AKG സെന്ററാണ്. വീണ വിജയൻ AKG സെന്റർ എന്ന വിലാസം നൽകിയാണ് കമ്പനി ആരംഭിച്ചത് തന്നെ. എന്നാൽ പിന്നീട് ഈ അഡ്രസ്സിൽ അന്വേഷണം നടക്കുകയും തിരുവനന്തപുരത്തേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്താൽ അത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. എറണാകുളത്തെ പ്രമുഖ അഭിഭാഷകരിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം വീണ വിജയൻ നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കർണാടകയിൽ ഹർജി നൽകിയതിലൂടെ രണ്ട് കാര്യങ്ങളാണ് വീണ വിജയൻ അന്വേഷണ ഏജൻസിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തന്റെ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. തന്റെ രജിസ്റ്റേർഡ് അഡ്രസ്സ് കർണാടകയിലുള്ളതാണ്. തന്നെ ബന്ധപ്പെടണമെങ്കിൽ, തനിക്ക് നോട്ടീസ് നൽകണമെങ്കിൽ നൽകേണ്ടത് കർണാടകയിലെ അഡ്രസ്സിലേക്കാണ് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ താൻ താമസമില്ല, താൻ കേരളത്തിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു, ചില മാധ്യമ വാർത്തകൾ വരുന്നു. അതൊക്കെ തന്നെ തെറ്റാണ്. തന്നെ കർണാടകയിലുള്ള അഡ്രസ്സിൽ ബന്ധപ്പെട്ടാൽ തന്നെ കിട്ടും, തനിക്ക് കത്തുകൾ കിട്ടും, തനിക്കുള്ള നോട്ടീസ് ആ അഡ്രസ്സിൽ അയച്ചാൽ തനിക്ക് ലഭിക്കും എന്നുള്ള സൂചനയും അന്വേഷണ സംഘത്തെ അറിയിക്കുക. ഇതാണ് പുതിയ നീക്കത്തിലൂടെ വീണ വിജയനും സംഘവും ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഏത് നിമിഷവും വീണ വിജയന് നോട്ടീസ് നൽകാമെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം ലഭിക്കാമെന്നുമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. വളരെ പരുങ്ങലിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളും കുടുംബവും. എന്നാൽ KSIDC ഒരു മുഴ മുമ്പേ എറിഞ്ഞുകൊണ്ട് KSIDCയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ അതിരൂക്ഷമായ വിമർശനത്തോടെയാണ് ആ ഹർജി കേരള ഹൈക്കോടതി തള്ളിയത്. മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് KSIDCയോട് ഹൈക്കോടതി ജഡ്ജി തന്നെ ചോദിച്ചു. നിങ്ങൾക്ക് എന്തിനാണ് ഭയം? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുൻകൂർ ജാമ്യവുമായി അല്ലെങ്കിൽ മുൻകൂർ അപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്തുള്ള രേഖകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം, താല്പര്യമില്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇത്രത്തോളം നിങ്ങൾ വിറളി പിടിക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി തന്നെ KSIDCയോട് ചോദിച്ചു. ഒരു സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഇത്തരത്തിൽ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരത്തിൽ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് കൂടി ഹൈക്കോടതി ആരാഞ്ഞു. ഇതാണ് വീണ വിജയനും കൂട്ടർക്കും കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചത്. കേരള ഹൈക്കോടതിയിൽ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജിയുമായി പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. കേരള ഹൈക്കോടതിക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം. നിലവിൽ കേരളത്തിൽ നടക്കുന്ന വാർത്തകളും വിശദാംശങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. അതൊക്കെ കോടതിയുടെ പരാമർശങ്ങളെ സ്വാധീനിക്കാം. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി മാത്രമല്ല നിയമപരമായും തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവാണ് വീണ വിജയനും കൂട്ടർക്കും കർണാടക ഹൈക്കോടതിയിലേക്ക് ഹർജി മാറ്റാനുള്ള പ്രേരണയായത്. കർണാടക ഹൈക്കോടതിയിലേക്ക് കേസ് മാറ്റുമ്പോൾ തന്റെ ഓഫീസ് അഡ്രസ് അല്ലെങ്കിൽ തന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കർണാടകയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു ശ്രമം വീണ വിജയൻ നടത്തുന്നുണ്ട്. കേരളത്തിലെ കോലാഹലങ്ങളിൽ നിന്ന് മാറി കേസുകൾ കർണാടക ഹൈക്കോടതിയിൽ നടക്കുകയാണെങ്കിൽ അത് വലിയൊരു പരിധിവരെ ആശ്വാസമാകുമെന്ന തിരിച്ചറിവ് വീണ വിജയനുണ്ട്. കേരളത്തിലാണെങ്കിൽ മാധ്യമങ്ങൾ ഇഴകീറി കാര്യങ്ങളെ പരിശോധിക്കും. എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ അതുണ്ടാകില്ല. കർണാടകയിലെ മലയാളികൾ മാത്രം ശ്രദ്ധിക്കുന്നൊരു വിഷയമായി അത് മാറും. ഇത് വലിയൊരു ആശ്വാസമാണ് വീണ വിജയനും കൂട്ടർക്കും നൽകുക. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കർണാടകയിലേക്ക് കേസ് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ വീണ വിജയനും നിയമവിദഗ്ധരും ചേർത്ത് നടത്തുന്നത്. ഇത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേസമയം വീണ വിജയനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ആരംഭിച്ചതായിട്ടാണ് വിവരം. ഒന്നുകിൽ പിതാവായ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ ഉണ്ടാകാം,
അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ വളപ്പിനുള്ളിലെ ഭർത്താവിൻ്റെ ഔദ്യോഗിക വസതിയായ പമ്പയിലുണ്ടാകാം. അതുമല്ലെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഇടങ്ങളിൽ വീണ വിജയൻ ഉണ്ടാകാമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. വീണ വിജയനെ നേരിട്ട് കണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള AK സെന്ററിലെ അഡ്രസ്സിൽ അങ്ങനെ സമൻസ് അയച്ചുകൊണ്ട് വീണ വിജയനെ നേരിട്ട് ഹാജരാകാനായി നിർദ്ദേശം നൽകുകയോ ചെയ്യുക എന്നതാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണക്ക് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും വീണ വിജയനിൽ നിന്നും എത്രയും വേഗം ഇക്കാര്യത്തിലെ മൊഴി രേഖപ്പെടുത്തണമെന്ന തീരുമാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കുള്ളത്. അത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെന്നും അവർ കണക്ക് കൂട്ടുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് CMRൽ നിന്നാണ്. CMRൽ നിന്ന് വളരെ നിർണായകമായ നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് വിവരം. കേരളത്തിലെ കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുന്ന നിരവധി തെളിവുകൾ കൊച്ചിയിലെ CMRലിന്റെ ഓഫീസിൽ നിന്ന് റെയ്ഡിൽ ലഭിച്ചു. കരിമണൽ ഇടപാടിലെ ദുരൂഹതകൾ നീക്കാൻ ഉതകുന്ന ഡോക്യുമെന്റുകൾ, പ്രത്യേകിച്ച് CMRലും വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ, കൊച്ചിയിൽ നടന്ന 125 കോടി രൂപയുടെ കരിമണൽ ഇടപാട് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ, ഇതൊക്കെ തന്നെ ഈ അന്വേഷണത്തിൽ ലഭിച്ചതായിട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ. അതേസമയം KSIDCയിൽ നിന്നും അത്രത്തോളം കാര്യമായ രേഖകൾ ലഭിച്ചിട്ടില്ല എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും വീണ വിജയനെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. കരിമണൽ ഖനന കമ്പനിയായ CMRൽ നിന്ന് 1,72,00,000 രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസ്. യാതൊരു പ്രതിഫലവും നൽകാതെയായിരുന്നു 1,72,00,000 രൂപ കൈപ്പറ്റിയത്. എന്നാൽ വീണ വിജയൻ നൽകുന്ന ന്യായീകരണം താൻ സേവനങ്ങൾ നൽകിയതിന് പ്രതിഫലമായി ലഭിച്ച തുകയാണിതെന്നാണ്. എന്നാൽ ആദായനിധി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ആ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ചോദ്യം ചെയ്യലിൽ തന്നെ CMRലിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി ഇങ്ങനെയാണ്: ഒരു തരത്തിലുള്ള സേവനവും വീണ വിജയനോ വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസോ CMRലിന് നൽകിയിട്ടില്ല. ആ ഒരു തരത്തിലുള്ള സേവനവും നൽകാതെയാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സോലോജിക് സൊല്യൂഷന്റെ അക്കൗണ്ടിലേക്കും 1,72,00,000 രൂപ അയച്ചു നൽകിയത്. ഇത് പ്രധാനമായും മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളായ വീണ വിജയനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. വീണ വിജയന് പണം നൽകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സേവനവും നൽകാതെയായിട്ടും വീണ വിജയന്റെ കമ്പനിക്ക് 1,72,00,000 രൂപ നൽകിയത്. ഇത് വലിയ ഗുരുതരമായ അഴിമതിയാണ്. ഇത് മാസപ്പടി തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കർണാടകയിലെ ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വീണ വിജയനെതിരെ അതിഗുരുതരമായ ഒരു ആരോപണവുമായി രംഗത്ത് വന്നത്. വീണ വിജയൻ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് തൻ്റെ കമ്പനി അടച്ചുപൂട്ടിയതെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വ്യക്തമാക്കുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, സർക്കാരിനെ പറ്റിക്കൽ, ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിക്കൽ തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് വീണ വിജയൻ എന്ന കണ്ടെത്തലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിച്ചത്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ആ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തോടുകൂടി തന്നെ ഈ കേസിന്റെ ഗൗരവം വർദ്ധിച്ചിരിക്കുകയാണ്.